Have you ever felt like losing control of your life? I have. Especially after postpartum. I felt stuck physically, mentally, financially. But I have decided to take back control one step at a time. And that's what this 21-day journey is all about. Bettering my health, finances, and overall quality of life. In all these, family time is something I never want to miss. രാവിലെ തന്നെ നല്ല മഴ, വൈശുവിന് ജനൽ തുറന്നിട്ട് മഴ ആസ്വദിക്കണം. സോ വി സ്പെൻഡ് സം ടൈം വിത്ത് ഹഗ്സ് ആൻഡ് കഡിൽസ്. നോ മാറ്റർ ഹൗ മച്ച് പെൻഡിങ് ലിസ്റ്റ് ഓഫ് വർക്ക് ഐ ഹാവ്, ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദീസ് മൊമെൻറ്റ്സ്. ഇതുപോലുള്ള ചെറിയ മൊമെൻറ്റ്സ് ആണ് ഞങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്ട്രോങ് ആക്കുന്നത്. This 21-day journey is not about health and lifestyle. It's also about improving your financial life. Money management is one of the biggest stress factors in life. But what if I tell you that small, simple steps can help you save, invest, and even grow your money? Every day, I'll be sharing financial tips that actually works. Today, let's talk about tracking expense and how small leaks can drain your income without you even realizing it. Nowadays, I plan meals well in advance. This avoids unnecessary food expenses and ensures healthy eating. Just like health, financial stability കൊണ്ടുവരാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. One of the most simplest but most powerful habits is expense tracking. പണ്ട് ബാംഗ്ലൂർ വന്ന തുടക്കകാലത്ത് ഞാനിത് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വലിയ കാലയളവിലേക്ക് ഞാനിത് നിർത്തി വച്ചിരിക്കുകയായിരുന്നു. Now I restarted it. When you track your expense, you understand unnecessary spending and start saving better. എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് സ്പ്ലിറ്റ് വൈസ് ആണ് സിൻസ് ഐ വാസ് ഇൻ PG. In this, we can track our expenses as well as we can divide the expenses among our friends. And another app which I found useful is Expense Manager. ഇതിനകത്ത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ആൻഡ് ഇൻകം എത്രയാണെന്ന് ട്രാക്ക് ചെയ്യാനും അത് എക്സലിൽ എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. ഈ രണ്ട് ആപ്പ് മാത്രമല്ല, ഗൂഗിൾ പേ അടക്കമുള്ള ഓൺലൈൻ പേയ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും പറ്റുന്ന ആപ്പുകളുണ്ട് ഇഫ് യു ആർ ഗിവിംഗ് പെർമിഷൻ. സപ്പോസ് വി ആർ ഓവർ സ്പെൻഡിങ് ഇൻ ഫുഡ്, നമുക്കത് മനസ്സിലാക്കി ശ്രദ്ധിക്കാൻ സാധിക്കും. ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. മക്കാനയും ചിയാ സീഡ്സും ആപ്പിളും പോമോഗ്രാനൈറ്റും പിന്നെ തേനും പാലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ കോമ്പിനേഷൻ കേൾക്കുമ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നൊന്നും തോന്നില്ല, പക്ഷേ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മക്കാന നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്, എസ്പെഷ്യലി ഫോർ വെയിറ്റ് ലോസ് ആൻഡ് ആൻറ്റി ഏജിങ്. ക്രിസ്പി ആണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നട്ടി ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ടല്ല, അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെയാണ്. ചിയാ സീഡ്സ് തലേ ദിവസം കുതിർത്തി വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിക്കുമ്പോൾ വയറൊരു ഫില്ലായിട്ടുള്ള പോലെ ഒരു ഫീല് കിട്ടും. ഫ്രൂട്ട്സ് കഴിക്കുന്നത് പിന്നെ പണ്ടേ നല്ലതാണല്ലോ. ആപ്പിളും പോമോഗ്രാനൈറ്റും നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഉണ്ടാക്കും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഹണി യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ഷുഗർ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ്. പിന്നെ മിൽക്ക് കാൽസ്യം റിച്ചും ആണ്. ഫിസിക്കൽ ഹെൽത്ത് വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. മോർണിംഗ് ഹൈഡ്രേഷൻ ഈസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഐ എം സ്റ്റാർട്ടിംഗ് വിത്ത് ജീര വാട്ടർ വിത്ത് ചിയ സീഡ്സ്. ഇറ്റ് ഹെൽപ്സ് ഡൈജഷൻ ആൻഡ് ഗീവ്സ് എൻ എനർജി ബൂസ്റ്റ്. ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ രാവിലെ തന്നെ തീർത്ത് വയ്ക്കും, സോ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് ദ ഡേ വിൽ ബി സ്ട്രെസ് ഫ്രീ. മൂവിംഗ് ബാക്ക് ടു ഫിനാൻസ്. ടിപ്പ് നമ്പർ 2, 50-30-20 റൂൾ. ഇതെന്താണെന്ന് വെച്ചാൽ എന്തെങ്ങനെ ചിലവാക്കണമെന്ന് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വെക്കാം. വെൻ വി ഹാവ് എ ബഡ്ജറ്റ് വി ക്യാൻ ട്രാക്ക് ഓവർ സ്പെൻഡിങ്. ജോസൂട്ടി ടിക്കറ്റ് എടുത്ത് വയ്ക്കുന്ന പോലെ. 50-30-20 എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ 50% നീഡ്സിന് വേണ്ടിയും 30% വാണ്ട്സിന് വേണ്ടിയും 20% സേവിങ്സിന് വേണ്ടിയും ബഡ്ജറ്റ് ചെയ്യാം. നീഡ്സ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങൾ, ഫുഡ്, യൂട്ടിലിറ്റി ബില്ല് അതുപോലുള്ളത്. ഇനി 30% വാണ്ട്സിന് വേണ്ടിയിട്ട്,
അതായത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ട്രാവല് അതുപോലെയുള്ള ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. ഇനി ലാസ്റ്റ് 20% ഓഫ് അവർ ഇൻകം സേവിങ്സിന് വേണ്ടി ബഡ്ജറ്റ് ചെയ്യണം. ഈ റൂള് ഫോളോ ചെയ്യുവാണെങ്കിൽ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ മന്ത്ലി സേവിങ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള ന്യൂട്രിയൻ ലോസ് പരിഹരിക്കാൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് അയൺ ആൻഡ് വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ്. പിന്നെ കുറച്ച് ബദാമും. ദിസ് ഇംപ്രൂവ്സ് മെറ്റബോളിസം ആൻഡ് ബ്രെയിൻ ഫങ്ഷൻ. ഇന്നൊരു നാടൻ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഒരു ബീൻസ് തോരനും മീൻകറിയും പിന്നെ ഭംഗിക്കൊരു മുട്ടയും. എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോൾ എപ്പോഴും എനിക്ക് സംശയമാണ്, വേണമായിരുന്നോ, ചുമ്മാ പൈസ കളയുവാണോ എന്നൊക്കെ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നുകൊണ്ടുള്ള കുഴപ്പങ്ങളായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ സെൽഫ് കെയറിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുത്തു. വീട്ടിലിടാനും കുറച്ച് ഡ്രസ്സസ് ഓർഡർ ചെയ്തു ആമസോണിൽ. Another habit that makes my day more productive is getting ready, even if I don't have to go anywhere. രാവിലെ തന്നെ ഫ്രഷായി റെഡിയായിരിക്കുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. I know these are small steps, but this improves quality of life. Tip number 3. Pay yourself first. അതായത് സാലറി കിട്ടിയാൽ ഉടനെ സാധാരണ നമ്മൾ എക്സ്പെൻസിന് വേണ്ടിയല്ലേ മാറ്റിവെക്കാറ്. പക്ഷെ അതിന് പകരം സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കുക. ഇൻകം കിട്ടിയാൽ ഉടനെ ഫസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ സ്പെൻഡ് ദ റെസ്റ്റ്. Or else you can use automatic deduction method. മൊബൈൽ ബാങ്കിങ് ആപ്പിൽ RDO, SIPO, FDO ഓപ്പൺ ചെയ്ത് കൃത്യമായൊരു ഡേറ്റിൽ കൃത്യമായൊരു എമൗണ്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റുക. This will help you to create an emergency fund and a savings for future. ഫിനാൻഷ്യലി സെക്യൂർ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനും ജീവിക്കാനും സാധിക്കും. There are more tips like this. I can't cover fully in this video. In this 21-day series, I'll cover all these things along with my journey of improvement. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ കണ്ടൻറ് ക്രിയേഷൻ. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ റീൽസ് ആയിട്ടും യൂട്യൂബിൽ ചെറിയ ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ടും. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കുള്ളൊരു കൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യുകയോ പ്ലാൻ ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഒരേ താല്പര്യങ്ങളുള്ള രണ്ടുപേരും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും സന്തോഷവും ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കമ്മിങ് ബാക്ക് ടു ഗ്രൂമിങ്. വീടിനുള്ളിലിടാൻ പുതിയ ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഗ്രൂമിങ് ആൻഡ് ഡ്രസ്സിങ് വെൽ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലുക്കിംഗ് ഗുഡ്. ഇറ്റ് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. When you wear comfortable yet presentable clothes at home, you automatically feel more productive and positive. Self-care is not selfish. Investing in good clothes, skincare, or even a little grooming routine is a part of self-love. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മോർണിംഗ് വാക്ക്. അത് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ വൈകിട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. രാത്രിയായപ്പോൾ വൈഷു ബേസ്മെൻറ്റിൽ ഇറങ്ങി കാറിൻ്റെ അടുത്ത് പോയി നിന്ന് ഭയങ്കര കരച്ചിൽ. പുറത്തു പോകണമെന്നുള്ളതാണ് കേട്ടോ ആവശ്യം. ഒന്ന് പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വൈഷു ഇത് ചെയ്യുന്നത്. എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങളും കൂടെ വൈഷുവിൻ്റെ കൂടെ ഇറങ്ങി വൈഷുവിനെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി. When I was doing my CA, I used to write a lot. തോട്ട്സ് ക്ലിയർ ആക്കാനും ഗോൾസ് ട്രാക്ക് ചെയ്യാനും ഒക്കെ എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണ് റൈറ്റിംഗ്. ദിസ് ബ്രിങ്സ് എ ബെറ്റർ ക്ലാരിറ്റി ഇൻ ടു അവർ ലൈഫ്. I started a habit of writing everything that comes into my mind in the morning. Then I slowly realized there is a lot of tabs which are open in my mind. ഇങ്ങനെ എഴുതുന്നതിന് ഫ്രീ ഫ്ലോ ജേർണലിംഗ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡേ പ്ലാൻ ചെയ്യുന്നതും.
വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പേഴ്സണലി എന്തൊക്കെ കാര്യങ്ങളാണ് പെൻഡിങ് ആയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ രാവിലെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നേരെ ഒരു ടിക്കിടും, സോ ദാറ്റ് ഐ ഗെറ്റ് എ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഐ ആം ഡൂയിങ് സംതിങ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആങ്സൈറ്റി ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രാത്രി ഫ്രീ ആയിട്ട് ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ഇന്ന് അതുപോലെ ഒരു ദിവസമാണ്. If the next video is online, you will find it in the right side of this video. If not, please subscribe and click the bell icon to get notified when it is available. See you in the next video. Till then, bye.